ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വൈകിട്ട് 6 മണിക്ക് ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ വാർത്താസമ്മേളനം നടത്തും. നരേന്ദ്രമോദി അടക്കമുള്ളവരുടെ പേരുകൾ ആദ്യ പട്ടികയിലുണ്ടാകും. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാകുമെന്നാണ് വിവരം. നോബിൾ മാരിക്കാരനുണ്ട്. നോബിൾ, ആദ്യം തന്നെ 6 മണിക്ക് തന്നെ കൃത്യം ജെ.പി. നദ്ദയുടെ വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ടോ? അതിനുള്ള ഒരുക്കങ്ങൾ ബി.ജെ.പിയുടെ ഡൽഹിയിലെ ഓഫീസിൽ പുരോഗമിക്കുന്നുണ്ടോ? രണ്ടാമതായി, നരേന്ദ്രമോദി ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ എത്ര സ്ഥാനാർത്ഥികളുടെ പേരുകൾ പുറത്തുവിടാനാണ് ബി.ജെ.പി പദ്ധതിയിടുന്നത്? ബിനിൽ, ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. വൈകിട്ട് 6 മണിക്കാണ് വാർത്താസമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മൾ ഉള്ളത് വാർത്താസമ്മേളനം നടക്കുന്ന ബി.ജെ.പിയുടെ ഓഫീസിൽ തന്നെയാണ്. 6 മണിക്ക് ജെ.പി. നദ്ദ വാർത്താസമ്മേളനം നടത്തുമ്പോൾ പ്രധാനപ്പെട്ട പേരുകൾ എല്ലാം ഇന്ന് പ്രഖ്യാപിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മൊത്തം 100 സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും അധികം പ്രധാനമായും പ്രധാനമന്ത്രി, അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്നാഥ് സിംഗ് അടക്കമുള്ളവരുടെ പേരുകൾ ഉണ്ടാകും എന്നാണ് ആദ്യ പട്ടികയുടെ പ്രത്യേകത. അതോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യയിൽ മോദി മത്സരിക്കുമോ എന്ന ചോദ്യത്തിനും ഒരുപക്ഷെ ഇന്നിപ്പോൾ ഉത്തരം ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട്. കേരളവുമായി ബന്ധപ്പെട്ടും ഇന്ന് പട്ടികയിൽ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഉണ്ടാകും എന്നും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ A+ മണ്ഡലങ്ങളായിരിക്കും ഇന്നിപ്പോൾ പട്ടികയിൽ ഇടം പിടിക്കുക എന്നാണ് വിവരങ്ങൾ ഉള്ളത്. തിരുവനന്തപുരം, അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ, തൃശൂർ, അതോടൊപ്പം പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഇന്നിപ്പോൾ പ്രഖ്യാപിക്കും എന്ന് അറിയുന്നു. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് തന്നെയാണ് ഏറ്റവും പ്രധാനമായും പരിഗണനയിൽ ഉള്ളത്. ആറ്റിങ്ങിലാണെങ്കിൽ വി മുരളീധരനും അതോടൊപ്പം തന്നെ തൃശ്ശൂർ സുരേഷ് ഗോപിയും ഇതിനോടകം തന്നെ പ്രചാരണ പരിപാടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. സി കൃഷ്ണകുമാറാണ് പാലക്കാട്ടെ സ്ഥാനാർത്ഥി. അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലടക്കം ഒന്നിലധികം പേരുകൾ, പത്തനംതിട്ടയിൽ സുരേന്ദ്രന്റെ പേരും അതോടൊപ്പം തന്നെ പി.സി. ജോർജ് അടക്കമുള്ളവരുടെ പേരും പട്ടികയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ സുരേന്ദ്രനായിരിക്കുമോ അല്ലെങ്കിൽ പി.സി. ജോർജ് ആയിരിക്കും? പ്രത്യേകിച്ച് പി.സി. ജോർജിന്റെ കേരളത്തിലെ കാര്യങ്ങൾ നമുക്ക് വിശദമായി പരിഗണിക്കാം. ആദ്യം തന്നെ ഈ 100 പേരുടെ പട്ടിക എന്ന് പറയുമ്പോൾ അതിൽ താരസ്ഥാനാർത്ഥികൾ ഉണ്ടാകാം, അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ ഉണ്ടാകാം എന്ന് പറയുന്നു. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പി അവരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അതിൽ ചില സർപ്രൈസ് ഇലമെന്റുകൾ ഉണ്ടാകും എന്ന വിധത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം സാധ്യതകൾ എന്തൊക്കെയാണ്? പല സിനിമാ താരങ്ങളുടെ, അക്ഷയ് കുമാർ ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങളുടെ, കങ്കണ റണൌട്ടിന്റെ, ഒപ്പം ക്രിക്കറ്റ് താരങ്ങളുടെ ഉൾപ്പെടെ പേരുകൾ പറഞ്ഞു കേട്ടിരുന്നു. ബിനിൽ, തീർച്ചയായും വളരെയധികം പ്രത്യേകതകൾ ഉള്ള ഒരു ലിസ്റ്റായിരിക്കും വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം സിനിമാ താരങ്ങൾ, കായിക താരങ്ങളൊക്കെ ആദ്യ പട്ടികയിൽ ഇടം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ തന്നെ ദില്ലിയിൽ അക്ഷയ് കുമാറിനെയും അതോടൊപ്പം ഹിമാചൽ പ്രദേശിൽ കങ്കണ റണൌത്തിനെയും പരിഗണിക്കുന്ന കാര്യം ചർച്ചകളിൽ ഉണ്ടായിരുന്നു. ആ പേരുകൾ ആദ്യ പട്ടികയിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ സിറ്റിംഗ് എംപിമാർക്ക് പലർക്കും സീറ്റില്ലാത്ത സാഹചര്യം ഉണ്ടാകും എന്നുകൂടി മനസ്സിലാവുകയാണ്. ഇന്നിപ്പോൾ ഗൗതം ഗംഭീർ അടക്കമുള്ള ചില ആളുകൾ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറിയിട്ടുണ്ട്. അതേസമയം നിലവിൽ സിറ്റിംഗ് എംപിമാരായിരിക്കുന്ന 70ഓളം വരുന്ന എംപിമാർക്ക് സീറ്റ് നൽകാത്തൊരു സാഹചര്യം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. അത്തരത്തിൽ ഒരു പ്രത്യേകത കൂടി ഉണ്ടാകും. ഒപ്പം വനിതകൾ, അതോടൊപ്പം തന്നെ യുവജനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക്, യുവാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് പട്ടികയിൽ ഇടമുണ്ടാകും. വനിതാ സംവരണം അടക്കമുള്ള വിഷയങ്ങൾ ശക്തമായി പ്രചരണമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വനിതകളുടെ ഉൾപ്പെടെ പേരുകൾ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉത്തർപ്രദേശിലെ ഉൾപ്പെടെ ചർച്ചകൾ, പ്രത്യേകിച്ച് വ്യാഴാഴ്ച രാത്രിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നത്. ഏറെക്കുറെ 10 മണിക്ക് ആരംഭിച്ച യോഗം പുലർച്ചെ 3 മണി വരെ നീളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ പ്രഖ്യാപനത്തിലേക്ക് വരുന്നത്. എന്താണെങ്കിലും 100 സ്ഥാനാർത്ഥികളുടെ പട്ടിക വരുമ്പോൾ പ്രധാനമായും 370 സീറ്റ് ബി.ജെ.പി മാത്രം വിജയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് ബി.ജെ.പി കടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് തർക്കങ്ങൾ ഒന്നുമില്ലാത്ത മണ്ഡലങ്ങൾ തന്നെയായിരിക്കും ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഉത്തർപ്രദേശിലെ ഭൂരിഭാഗം സീറ്റുകളും ഒരുപക്ഷെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. അത്തരത്തിൽ ഏറ്റവും അധികം ലോക്സഭാ മണ്ഡലങ്ങളുള്ള 80 മണ്ഡലങ്ങളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ പരമാവധി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് എത്രയും വേഗം പ്രചരണത്തിലേക്ക് പോകാനുള്ള തീരുമാനമായിരിക്കും എന്താണെങ്കിലും ഉണ്ടാകാൻ പോകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പട്ടിക തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. തുടർഭരണം ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്ന സർക്കാരാണ്, പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ എല്ലാ സർപ്രൈസുകളും ആ പട്ടികയിൽ ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എന്താണെങ്കിലും 6 മണിക്കാണ് വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. ആ 6 മണിക്ക് വാർത്താ സമ്മേളനത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ആകാംക്ഷ പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുമോ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ പട്ടികയും, കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളെക്കുറിച്ചുള്ള പട്ടികയും ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ബിനിൽ, നോബൽ, 2019 ഈ വിധത്തിൽ അന്നത്തെ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന അമിത്ഷാ ഒരു വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പ്രധാനമന്ത്രിയും ആ വാർത്താ സമ്മേളനത്തിൽ എത്തിയിരുന്നു. കാര്യമായ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും മോദി നടത്തിയിരുന്നില്ലെങ്കിലും ഇതേപോലെ പ്രധാനമന്ത്രി ഈ വാർത്താ സമ്മേളനത്തിൽ സർപ്രൈസായി എത്താനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ?
ബിനിൽ, അതുമായി ബന്ധപ്പെട്ടൊരു കൃത്യമായ ചിത്രം അല്ലെങ്കിൽ കൃത്യമായ ഒരു അറിയിപ്പ് നമുക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. JP നദ്ദയാണ് വാർത്താ സമ്മേളനം നടത്തുന്നത് എന്ന് മാത്രമാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ പ്രധാനമന്ത്രി എത്തുകയാണെങ്കിൽ സ്വാഭാവികമായും സുരക്ഷ വർദ്ധിപ്പിക്കുന്ന സാഹചര്യമൊക്കെ BJP ഓഫീസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാറുണ്ട്. നിലവിൽ ഇതുവരെ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രധാനമന്ത്രി എത്തില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ പ്രധാനമന്ത്രി എത്താൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രധാനമന്ത്രി തന്നെയാണ് പ്രധാന മുഖമായി ഉള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപക്ഷെ എത്താനുള്ള സാധ്യത. പക്ഷേ നിലവിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സൂചനകളും നമുക്ക് ലഭിച്ചിട്ടില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരുപക്ഷെ എത്തും എന്ന സൂചനകൾ ഉണ്ട്. തീർച്ചയായും സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ വാർത്താ സമ്മേളനങ്ങൾ വരെ സർപ്രൈസ് കാത്തുസൂക്ഷിക്കുകയാണ് BJP. 6 മണിക്കാണ് JP നദ്ദ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3:45 വരെ പ്രധാനമന്ത്രിയും BJP ദേശീയ അധ്യക്ഷനും ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും BJPയുടെ ദീൻ ദയാൽ ഉപാധ്യായ മാർഗിലുള്ള ഡൽഹിയിലെ ഓഫീസിൽ പുലർച്ചെ 3:45 വരെ ചർച്ച നടത്തിയിരുന്നു. ഇനി കേരളത്തിലെ സാധ്യതകൾ കൂടി നമുക്ക് പരിശോധിക്കാം. നമുക്കൊപ്പം VS രഞ്ജിത്ത് ചേരുന്നുണ്ട്. രഞ്ജിത്ത്, കേരളത്തിലെ A+ മണ്ഡലങ്ങളാകും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കുക എന്നാണ് നോബിൾ മാരിക്കാരൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ തൃശ്ശൂരും തിരുവനന്തപുരവും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി സാധ്യതകൾ എന്താണ്? അവസാനം നമുക്ക് ലഭിക്കുന്ന ഇൻപുട്ട് എന്താണ്? ബിനിൽ, ആദ്യഘട്ടത്തിൽ 8 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയാണ് കേരളത്തിലെ നേതാക്കളിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്നത്. K സുരേന്ദ്രൻ ഉൾപ്പെടെ കേരളത്തിലെ നേതാക്കന്മാർ ഡൽഹിയിലെത്തി ആദ്യം സമർപ്പിച്ചത് 8 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്കുള്ള ഇവരുടെ അഭിപ്രായമാണ്. അതിൽ എത്ര പേരുടെ പേരുകൾ ഇത്തവണ പ്രഖ്യാപിക്കും എന്നുള്ളതിനെ കുറിച്ച് കേരളത്തിലെ നേതാക്കന്മാർക്കും വലിയ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അതിൽ തന്നെ ഇവർ കൊടുത്ത ലിസ്റ്റിലുള്ള സ്ഥാനാർത്ഥികൾ തന്നെ ആയിരിക്കണമെന്നില്ല എന്നുള്ളത് കൊണ്ട് കേരളത്തിൽ പോലും അഭ്യൂഹങ്ങളല്ലാതെ നേതാക്കന്മാർക്കിടയിൽ ഒരു ഉറപ്പും ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ചുമില്ല. ഏതെങ്കിലും നേതാവിന് ആ നേതാവ് മത്സരിക്കുമോ എന്ന കാര്യത്തിൽ പോലും ഒരു ഉറപ്പില്ലാത്ത സാഹചര്യമുണ്ട്. ഏതായാലും തിരുവനന്തപുരം മണ്ഡലത്തിൽ, തിരുവനന്തപുരമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ മണ്ഡലം. 3.25 ലക്ഷം വോട്ട് കുമ്മനം രാജശേഖരൻ മത്സരിച്ചപ്പോൾ കഴിഞ്ഞ തവണ തിരുവനന്തപുരം മണ്ഡലത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരം പിടിക്കുക എന്നുള്ളത് BJPയുടെ പ്രധാനപ്പെട്ട അജണ്ടയാണ്. അതിനുവേണ്ടി ആരെ കളത്തിലിറക്കും എന്നുള്ളതാണ്. നിർമ്മലാ സീതാരാമൻ മുതൽ കുമ്മനം രാജശേഖരൻ വരെയുള്ളവരുടെ പേരുകൾ ഉണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ എന്ന ഒറ്റ പേരിലേക്ക് അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കൂടി കുമ്മനത്തിനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയാൻ സാധ്യമല്ല. കാരണം രാജീവ് ചന്ദ്രശേഖർ നേരത്തെ തന്നെ ബംഗളൂരു നോർത്ത് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുകയും ബംഗളൂരുവിലെ കർണാടകയിലെ BJP ഘടകം അദ്ദേഹത്തിന് അനുമതി കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം അങ്ങോട്ട് തന്നെ പോകുമോ? അങ്ങനെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേരളത്തിൽ നിന്നുള്ള നേതാവ് മത്സരിക്കേണ്ടി വരും. അപ്പോൾ കുമ്മനം രാജശേഖരന് സാധ്യത പൂർണ്ണമായും മങ്ങുന്നില്ല. പക്ഷേ നിലവിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് പറഞ്ഞു കേൾക്കുന്നു. ഇനി എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ആ പേര് മാറ്റിവെക്കുമോ, അല്ലെങ്കിൽ തിരുവനന്തപുരം മണ്ഡലം മാറ്റിവെക്കുമോ എന്നുള്ളതാണ് ആകാംക്ഷ. മറ്റൊന്ന് പത്തനംതിട്ട മണ്ഡലമാണ്. പത്തനംതിട്ടയിൽ K സുരേന്ദ്രന്റെ പേരൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി 2 ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ മത്സരിക്കുന്നത് മനസ്സിലാക്കുന്നു. ഒന്ന് ദേശീയ സെക്രട്ടറി അനിൽ ആന്റണിയോട് മത്സരിക്കാൻ താല്പര്യമുള്ള മണ്ഡലത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പത്തനംതിട്ട പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേശീയ സെക്രട്ടറി എന്ന രീതിയിൽ അദ്ദേഹത്തിന് പത്തനംതിട്ട ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ പത്തനംതിട്ട കൊടുക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതേപോലെ തന്നെ PC ജോർജിനെ ജനപക്ഷം പാർട്ടിയിൽ ലയിക്കുമ്പോൾ PC ജോർജിന് കൊടുത്ത വാഗ്ദാനം പത്തനംതിട്ടയാണെങ്കിൽ ആ വാഗ്ദാനം പാലിക്കേണ്ട ചുമതലയും പാർട്ടിക്കുണ്ട്. ഇത്തരത്തിൽ പത്തനംതിട്ട സംബന്ധിച്ച് 3 പേരുകൾ ഇപ്പോഴും ഏറ്റവും ഒടുവിലും പറഞ്ഞു കേൾക്കുന്നു. ഒന്ന് K സുരേന്ദ്രൻ്റെതാണ്. K സുരേന്ദ്രൻ കഴിഞ്ഞ തവണ മത്സരിച്ച് 2,90,000 വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ K സുരേന്ദ്രൻ തന്നെ ഒരിക്കൽ കൂടി നിൽക്കട്ടെ എന്നൊരു തീരുമാനം സംസ്ഥാന ഘടകത്തിന്റെ ഭാഗമായി വന്നാൽ അദ്ദേഹത്തിന് അവസരം കിട്ടേണ്ടതാണ്. പക്ഷേ ഒരു ക്രിസ്ത്യൻ പരീക്ഷണം നടത്തണമെന്നുള്ളതാണ് ദേശീയ നേതൃത്വത്തിന്റെ ആവശ്യം. അതിൽ 2 പേരുകളുണ്ട്. ഒന്ന് ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി, മറ്റൊന്ന് ഇപ്പോൾ BJP ലയിച്ച പ്രമുഖ നേതാവായിട്ടുള്ള PC ജോർജ്. മറ്റു മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിൽ ആറ്റിങ്ങലിൽ V മുരളീധരൻ തന്നെയാണ്, അതിൽ മാറ്റമില്ല. സുരേഷ് ഗോപി തൃശ്ശൂരിൽ, പാലക്കാട് കൃഷ്ണകുമാർ എന്നിവർ മത്സരിക്കുമെന്ന് അറിയുന്നു. കോഴിക്കോട്ടും കാസർഗോഡും ഒക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യത. കോഴിക്കോട് MT രമേശിന്റെ പേര് പറഞ്ഞു കേട്ടിരുന്നെങ്കിൽ കൂടി ശോഭാ സുരേന്ദ്രൻ കൂടി കോഴിക്കോട് പരിഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. അതുപോലെ കാസർഗോഡ് മണ്ഡലത്തിൽ PK കൃഷ്ണദാസിന്റെ പേര് ഏറ്റവും ഒടുവിൽ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ നിലവിൽ PK കൃഷ്ണദാസിനെ മാറ്റിയതായി അറിയുന്നു. അദ്ദേഹത്തോട് പ്രചാരണ ചുമതല ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മഹിളാ നേതാവായിട്ടുള്ള ML അശ്വിനി കാസർഗോഡ് പരിഗണിക്കപ്പെടുമോ എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ, സാമുദായിക സമവാക്യങ്ങൾ, സ്ഥാനാർത്ഥിയുടെ ജനപ്രീതി, പ്രാദേശിക താല്പര്യം, ഇതെല്ലാം പരിഗണിച്ചു വേണം ഒരു സ്ഥാനാർത്ഥി പട്ടിക കേരളത്തെ സംബന്ധിച്ച് പുറത്തുവിടാൻ. അങ്ങനെയാകുമ്പോൾ ആര് എന്നുള്ള ചോദ്യം ഇപ്പോഴും നേതാക്കന്മാർക്കിടയിൽ പോലും അഭ്യൂഹമായി അവശേഷിക്കുന്നു. ഇനി 6 മണിക്കുള്ള പ്രഖ്യാപനത്തിൽ 100 മണ്ഡലങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് അറിയുന്നു. അതിൽ എത്ര മണ്ഡലങ്ങൾ കേരളത്തിൽ നിന്നുണ്ടാകും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്.